എല്ലാ കൂട്ടുകാർക്കും മൈ ക്യാപ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ആയിട്ട് പോകുന്നത് പോക്കോ M2 Pro എന്ന് പറയുന്ന ഡിവൈസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പോക്കോ X3 ഒക്കെ അൺബോക്സ് ചെയ്തപ്പോൾ കണ്ട പോലത്തെ ഒരു ബ്ലാക്ക് ബോക്സ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ബാക്കിലായിട്ട് സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സീലൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് യെല്ലോ ബോക്സ് ആണ്. ഇതിൽ സിം ഇജക്ടർ ടൂള്, ബാക്ക് കേസ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് അതുപോലുള്ള പേപ്പർ വർക്കെല്ലാം ഇതിൽ വരുന്നുണ്ട്. ഇതിന് തൊട്ടടിയിലായിട്ടാണ് നമ്മുടെ ഡിവൈസ് വന്നിരിക്കുന്നത്. ഇതാണ് പോക്കോ M2 Pro എന്ന് പറയുന്ന ഡിവൈസ്. അപ്പോൾ നമുക്ക് ഡിവൈസ് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ബോക്സിൻ്റെ അടിയിലുള്ള ചാർജറും ഡാറ്റ കേബിളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ വന്നിരിക്കുന്ന USB-C ടൈപ്പ് കേബിളാണ്. ഒപ്പം നമുക്ക് 33 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും കിട്ടുന്നുണ്ട്. ബോക്സിൻ്റെ പുറത്ത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിരിക്കുന്നതെങ്കിലും ചാർജർ വരുന്നത് മെയ്ഡ് ഇൻ ചൈന തന്നെയാണ്. അപ്പോൾ ഇത്രയും ആക്സസറീസ് ആണ് നമുക്ക് ഈ ബോക്സിൽ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ ഡിവൈസ് ഒന്ന് ബൂട്ടപ്പ് ചെയ്തതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് വരാം. പ്ലാസ്റ്റിക് ഫ്രെയിമിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനോട് കൂടി വരുന്ന ഒരു ഫോണാണ് പോക്കോ M2 Pro എന്ന് പറയുന്നത്. 6.67 ഇഞ്ച് വരുന്ന ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 84.5 ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് 20:9 ആണ്. 395 PPI ഡെൻസിറ്റി വരുന്നത്. അതുപോലെ തന്നെ HDR10 സപ്പോർട്ട് വരുന്നുണ്ട്. 209 ഗ്രാം വെയിറ്റും അതുപോലെ തന്നെ 8.8 mm തിക്നെസ്സുമാണ് ഈ ഫോണിന് വരുന്നത്. ഒപ്പം വാട്ടർ റെപ്പല്ലന്റ് കോട്ടിങ്ങും വരുന്നുണ്ട്. OS എന്ന് പറയുന്നത് Android 10 ആണ്. ഒപ്പം MIUI 12 വരുന്നുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 720G എന്ന് പറയുന്ന പ്രൊസസ്സറാണ്. ഇതൊരു 8nm പ്രൊസസ്സറാണ്. കൂടാതെ ഒരു ഒക്ടാകോർ പ്രൊസസ്സർ കൂടിയാണ്. ഇതിൽ വന്നിരിക്കുന്ന GPU എന്ന് പറയുന്നത് Adreno 618 ആണ്. ഡിവൈസിൻ്റെ അടിയിലായി ഹെഡ്ഫോൺ ജാക്ക്, USB-C ടൈപ്പ് പോർട്ട്, മൈക്ക് അതുപോലെ തന്നെ സ്പീക്കർ ഗില്ലാണ് വന്നിരിക്കുന്നത്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം സ്ലോട്ട് വന്നിരിക്കുന്നത്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. ഒരേ സമയം 2 സിമ്മും മെമ്മറി കാർഡും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മൈക്രോ SD കാർഡ് നമുക്ക് 512 GB വരെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വന്നിരിക്കുന്നത്. ഒപ്പം പവർ കീയും വോളിയം റോക്ക് സ്കീയും അവിടെ തന്നെയാണ് വരുന്നത്. ഫോണിൻ്റെ ടോപ്പ് സൈഡിൽ ഒരു IR ബ്ലാസ്റ്ററും ഒപ്പം ഒരു ഡെഡിക്കേറ്റഡ് നോയിസ് ക്യാൻസലേഷൻ മൈക്കും വന്നിട്ടുണ്ട്. ഇതിൽ വന്നിരിക്കുന്നത് LPDDR4X RAM ആണ്. 4 GB-യുടെയും 6 GB-യുടെയും 2 വേരിയൻറ്റ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് 64 GB-യും 128 GB-യും അവൈലബിൾ ആണ്. UFS 2.1 ആണ് സ്റ്റോറേജ് വരുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ഒരു കോഡ് ക്യാം സെറ്റപ്പാണ്. 48 MB-യുടെയാണ് മെയിൻ സെൻസർ എന്ന് പറയുന്നത്. 26 mm വൈഡും 1.8 അപ്പാർച്ചറും വരുന്നുണ്ട്. കൂടാതെ PDF-ൻ്റെ സപ്പോർട്ട് ഉണ്ട്. 8 MB-യുടെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും വരുന്നുണ്ട്. 119 ഡിഗ്രിയാണ് ഫീൽഡ് ഓഫ് വ്യൂ കിട്ടുന്നത്. ഇതിൻ്റെ അപ്പാർച്ചർ എന്ന് പറയുന്നത് f2.2 ആണ്. കൂടാതെ ഒരു 5 MB-യുടെ ഒരു മാക്രോ സെൻസറും വരുന്നുണ്ട്. f2.4 ആണ് അപ്പാർച്ചർ എന്ന് പറയുന്നത്. കൂടാതെ 2 MB-യുടെ ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. അപ്പോൾ LED ഫ്ലാഷിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. ഇതിൽ എടുക്കാൻ പറ്റുന്ന വീഡിയോ ഫീച്ചർ എന്ന് പറഞ്ഞാൽ 4K 30 ഫ്രെയിം വരെയാണ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. സ്ലോ മോഷനിൽ നമുക്ക് 1080p 240 FPS വരെ എടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇൻ ഡിസ്പ്ലേയിലായിട്ട് ഒരു 16 MB-യുടെ ഒരു സെൽഫി ക്യാമറയാണ് വരുന്നത്. ഒപ്പം ഫേസ് അൺലോക്ക് ഫീച്ചറും വരുന്നുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോക്സിമിറ്റി സെൻസർ, ഗൈറോസ്കോപ്പ്, ആക്സിലറോമീറ്റർ, ഇലക്ട്രോണിക് കോമ്പസ്, വൈബ്രേഷൻ മോട്ടർ, ഹാൽ സെൻസർ, ആംബിയൻ ലൈറ്റ് സെൻസർ ഒക്കെയാണ്. ഈ ഡിവൈസിൽ നമുക്ക് ഇന്ത്യൻ GPS ആയ നാവിക്കിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. ഇതിൽ വന്നിരിക്കുന്നത് 5000 mAh നോൺ റിമൂവബിൾ ബാറ്ററിയാണ്. ഇത് 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചാർജർ നമുക്ക് ബോക്സിൽ തന്നെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. OLTയുടെ സപ്പോർട്ട് കൂടിയ ഡ്യുവൽ 4G സിം ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം വൈഫൈ, ബ്ലൂടൂത്ത് 5.0 മറ്റെല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതിന് 3 കളർ വേരിയൻ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2 ഷെയ്ഡ്സ് ഓഫ് ബ്ലാക്ക്, ഔട്ട് ഓഫ് ദ ബ്ലൂ, ഗ്രീൻ ആൻഡ് ഗ്രീനർ. ഇനി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 4 GB 64 GBക്ക് 12,999 രൂപയും അതുപോലെ തന്നെ 6 GB 64 GBക്ക് 13,999 രൂപയും 6 GB 128 GBക്ക് 15,999 രൂപയാണ് വില വരുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.